സോ നമ്മൾ ഇതുവരെയും പറഞ്ഞു നിർത്തിയത് ഇൻവെൻട്രീസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി ഇൻവെൻട്രീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് യൂസേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ABC അനാലിസിസ്. ഓക്കെ, പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കല്ലേ ഒരു കൗതുകം മേ ബി ഉണ്ടാവാം. ABC അനാലിസിസ്, ദറ്റ് ഈസ് അതിന് ആക്ച്വലി ഒരു ഫുൾ ഫോം ഉണ്ട്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താ, ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു വെയർ ഹൗസ് ആയിക്കോട്ടെ, ഒരു സ്റ്റോർ ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ ഈ പല ഇൻവെൻട്രീസ് വന്നു കഴിഞ്ഞാൽ അതിനെ ടോട്ടലി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലൊരു ബെസ്റ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് മെത്തേഡ് ഓൺ ഇറ്റ്സ് യൂസേജ് ആണ് ഇനി ABC അനാലിസിസ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെൻട്രീനെ അതിന് ഓരോ റാങ്കിങ് കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ A കാറ്റഗറി എന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആണ്, അതേപോലെ അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ ആൻഡ് കൺസേൺ എന്ന് പറയുന്നത് അത്രത്തോളം വലുതാവും. വെൻ ഇറ്റ് കംസ് ടു B കാറ്റഗറി ന്യൂട്രൽ ആവും. C കാറ്റഗറി എന്ന് പറയുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആണ്. Bയിൽ വരുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവൽ ആവാം. അതേപോലെ C എന്ന് പറയുമ്പോൾ ഭയങ്കര ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ആവാം. അതേപോലെ നമ്മൾ അതിന് കൊടുക്കേണ്ട കെയർ ആൻഡ് കൺസേൺസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതനുസരിച്ച് കുറയും Bയിലും Cയിലോട്ടും വരുമ്പോൾ. അതാണ് ABC അനാലിസിസ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നൊന്ന് ഓർത്താൽ മതി. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതോടുകൂടി അതിൻ്റെ പല അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദറ്റ് ഈസ് കൊടുക്കേണ്ടടുത്ത് അല്ലേ, എവിടെയാണോ നമുക്ക് ടൈം ആൻഡ് എനർജി ആൻഡ് മണി സ്പെൻഡ് ചെയ്യേണ്ടത് അവിടെ മാത്രം കൂടുതൽ ഫോക്കസ് കൊടുക്കാം. ചുമ്മാ അൺനെസസറി ആയിട്ടുള്ള നമ്മുടെ സ്പെൻഡിങ് ആൻഡ് ടൈമും ഒക്കെ നമുക്ക് മാറ്റാം. റൈറ്റ്, ഇപ്പോൾ Aക്കാണ് കൂടുതൽ കെയർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ക്ലാസിക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺസ് അല്ലേ, സ്മാർട്ട് ഫോൺസ് ഉണ്ട് പ്ലെൻറ്റി അതെ, റൈറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു iPhone 15 അല്ലേ, അതിന് ഒരു സെയിൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ബിഗ്ഗർ ആയിരിക്കും, മച്ച് ബിഗ്ഗർ ആയിരിക്കും അല്ലേ. അതേസമയം സാധാ നമ്മുടെ ഒരു ബേസിക് വരുന്ന ഒരു 10-15 വരുന്ന ഓരോ ഫോൺസ് അല്ലേ, അതൊരെണ്ണം വിറ്റ് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന കെയർ പോലെ ആയിരിക്കും നിങ്ങളൊരു ഐഫോണിന് കൊടുക്കുന്നതല്ല അല്ലേ. അത് റിലേറ്റീവ് ആണ്, അഥവാ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ABC എന്ന് പറയുന്നത്. അതേപോലെ ഒരു മാനുഫാക്ചറിങ് കമ്പനി എടുത്തോ, അപ്പോൾ ഫോണിൻ്റെ തന്നെ പല ഗാഡ്ജറ്റ്സ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ഫോണിനൊരു എന്തെങ്കിലും പർട്ടിക്കുലർ ഇഷ്യൂ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയി ആ ഫോൺ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കാറില്ല അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാറ്ററി പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ചാർജറിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബാറ്ററി ഓർ ചാർജർ ആയിരിക്കും നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഫോൺ എന്ന് പറയുന്നത് A ആവാം, ബാറ്ററി ആൻഡ് ചാർജർ എന്ന് പറയുന്നത് B ആവാം. സിമിലർലി നമ്മുടെ സ്ക്രീൻ ഗാർഡ്, ഹെഡ്സെറ്റ് ആൻഡ് ദ പൗച്ച് അതൊക്കെ നമുക്ക് C കാറ്റഗറിയിലോട്ടും വരുത്താം. അപ്പോൾ ഇതൊക്കെയാണ് ABC അനാലിസിസ്. അപ്പോൾ യൂസേജ് അനുസരിച്ച് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള യൂസേജ് അല്ലെങ്കിൽ കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ അനുസരിച്ച് നമുക്കിങ്ങനെ ABC എന്ന് പറഞ്ഞ് മാറ്റാം. ഓക്കെ, അതേപോലെ നമുക്ക് വേറെ XYZ അനാലിസിസ് ഉണ്ട്, അതേപോലെ നമ്മളുടെ വേറെ പല രീതിയിലുള്ള അനാലിസിസസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർ ദ ടൈം ബീങ് ഈ ഒരു അനാലിസിസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ വേറെ ചെറിയൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട് കേട്ടോ. ആക്ച്വലി അത് ഒരു എക്കണോമിസ്റ്റ്, ഒരു പാരറ്റോ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു തിയറിയാണ്. അത് ഈ ABC അനാലിസിസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഈ പാരറ്റോ പ്രിൻസിപ്പിളിൽ വരുന്ന 80/20 റൂൾ എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. അതെന്ന് വെച്ചാൽ 20% കാര്യങ്ങളായിരിക്കാം നമ്മളുടെ ഒരു 80% എഫക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് 20% കോസസ് ആയിരിക്കാം ഒരു 80% എഫക്റ്റിലോട്ട് നിർണ്ണയിക്കുന്നത്. ദാറ്റ് ഈസ് ദ 80/20 റൂൾ. ഇപ്പോൾ നമ്മൾ ABC എടുത്ത് നോക്കിക്കോ, ഒരു കമ്പനിക്ക് ചിലപ്പോൾ ഒരു 20% മാത്രം A കാറ്റഗറി ഓഫ് ഗുഡ്സ് അഥവാ എക്സ്പെൻസീവ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരിക്കും ആ കമ്പനിയുടെ ഓവറോൾ 80% പ്രോഫിറ്റ് നേടാനായിട്ട്. ഓക്കെ, അതേപോലെ Bയിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താ ഒരു 10 അല്ലെങ്കിൽ എന്താ പറയുക, സോറി ഒരു 30% എങ്കിലും പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്കതിനൊരു കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 15% ആയിരിക്കാം. സിമിലർലി Cയിലോട്ട് വരുമ്പോൾ ഒരു 50 ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത്രയും പക്ഷേ കുറവായിരിക്കും, ഒരു 5% ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെയും 100 ടാലി ആവും, ഇപ്പുറം 100 ടാലി ആവും. ദാറ്റ് ഈസ് 80/20 റൂൾ ഓഫ് ദി പാരറ്റോ പ്രിൻസിപ്പിൾ. ഓക്കെ.